ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു IPO റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ബ്രെയിൻ ബി സൊല്യൂഷൻസ് എന്ന് പറയുന്ന IPO വന്നിരിക്കുന്നു. ഇന്നു മുതൽ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടുതൽ വിവരങ്ങൾ മുന്നോട്ട് പറയാം. ഇത് 4194 കോടി രൂപയുടെ ഒരു IPO ആണ്. ഈ ബ്രാൻഡ് നമ്മളിൽ പലർക്കും പരിചിതമുള്ളതായിരിക്കും. കുട്ടികളുടെയും അതുപോലെ തന്നെ അമ്മമാരുടെയും പ്രൊഡക്റ്റുകളാണ് ഇതിൽ വിൽക്കുന്നത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബ്രാൻഡുകൾ പലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒരു 12 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെ സാധനങ്ങളും ഇതിൽ വിൽക്കുന്നുണ്ട്. അതായത് ഫുഡ്വെയർസ് ആയിക്കോട്ടെ, അവരുടെ എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും, അവരുടെ ഡയപ്പേഴ്സ്, ക്ലോത്തിങ് ഐറ്റംസ്, എല്ലാ തരത്തിലുള്ള ഐറ്റങ്ങളും ഇതിൽ വിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, മദേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിൽ വിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. 2010 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈനിൽ വളരെ ഫേമസ് ആണ്. ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഇവരുടെ മേജർ സെയിൽസ് നടക്കുന്നത്. 2024 സെയിൽസിൽ ഏകദേശം 6500 കോടി രൂപയുടെ സെയിൽസിൽ 3/4 മുക്കാൽ ഭാഗവും നടന്നിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അതൊരു ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു ബ്രാൻഡാണ്. 1063 ഫിസിക്കൽ സ്റ്റോഴ്സാണ് ഇവർക്കുള്ളത്. ഇതിൽ ബേബി ഹട്ട്, ഫസ്റ്റ് ക്രൈ, അങ്ങനെ പല ബ്രാൻഡുകളിലാണ് ഇവർ. ബേബി ഹഗ്, അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈ, ഇങ്ങനെയുള്ള ബ്രാൻഡുകളിലാണിത് ഇവർ വിൽക്കുന്നത്. 435 കമ്പനി നേരിട്ട് ഓൺ ചെയ്യുന്ന ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഷോറൂമുകളാണ്. അതായത് കമ്പനി ഓൺഡ്, കമ്പനി ഓപ്പറേറ്റഡ്, ഹോക്കോ എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റു പലതും ഫ്രാഞ്ചൈസികളായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 4194 കോടി രൂപയുടെ IPO എന്ന് പറഞ്ഞതിൽ 60% ഓഫർ ഫോർ സെയിലാണ്. പല പ്രൊമോട്ടേഴ്സും കുറച്ച് സ്റ്റേക്കുകൾ കുറക്കുന്നതായിട്ട് കാണുന്നു. ആരും മുഴുവനായിട്ട് എക്സിറ്റ് ചെയ്യുന്നില്ല. അതായത് 2528 കോടി രൂപയുടേത് OFS ആണ്. അതിൽ സോഫ്റ്റ് ബാങ്ക് ആണ്. 26% ഇപ്പോഴുള്ള സ്റ്റേക്ക് അവർ 20% കുറക്കുന്നു. മറ്റൊന്ന് പ്രേംജി ഇൻവെസ്റ്റ് ആണ്. 10% സ്റ്റേക്ക് അവർ 8% കുറക്കുന്നു. TPG ആണ്. അവർ 5%, 4% കുറക്കുന്നു. 1% കുറവ് വരുത്തുന്നു. ന്യൂ ക്വസ്റ്റ് അവർ 4% ഉള്ളത് 3% കുറക്കുകയാണ്. M&M 11% ഹോൾഡിങ്സ് 10% കുറക്കുന്നു. പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ഈ ഒരു 2528 കോടി രൂപയുടെ IPO വരുന്നത്. പിന്നെ 40% ഫ്രഷ് ഇഷ്യൂ ആണ്. അതായത് 1666 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത്. ഇതിൽ പലതും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 433 കോടി രൂപ അവർ പുതിയ സ്റ്റോറുകൾ തുറക്കാനും പുതിയ വെയർ ഹൗസസ് തുറക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. സൗദി അറേബ്യയിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലും സൗദി അറേബ്യയിലും. പിന്നെ ഒരു 223 കോടി രൂപ അവർ ഇപ്പോഴുള്ള ഷോറൂമിൻസിൻ്റെ റെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സെയിൽസും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് 200 കോടി രൂപ മാറ്റിവെക്കുന്നു. ടെക്നോളജി അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് 58 കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട്. 169 കോടി രൂപ പ്രൈവറ്റ് ലേബൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. പിന്നെ വരുന്ന 35% പൈസ പല എക്വസിഷൻസും അതുപോലെ തന്നെ ജനറൽ കോർപ്പറേറ്റ് അഫയേഴ്സും എന്ന് പറയുന്ന രംഗത്തുമാണ് മാറ്റിവെച്ചത്. പലപരമായ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ടോ ചില ചെറിയ ഏറ്റെടുക്കൽ നടത്താൻ വേണ്ടി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. 440 മുതൽ 465 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് കോട്ടിംഗ് വരുന്നത്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലാണതുള്ളത്. 75% ഇത് റീറ്റെയിലേഴ്സിന് HNIസിന് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 10% മാത്രമാണ് റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 24,142 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. 17% ഡയല്യൂഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 ഓഗസ്റ്റ് മുതൽ 8 ഓഗസ്റ്റ് 2024 വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് 13 ഓഗസ്റ്റ് 13 ഓഗസ്റ്റിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത്. ഇത്രയാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്. അതായത് കുറേ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്കുകൾ കുറക്കുന്നു. പുതിയ ഓഫറുകൾ 1666 കോടി രൂപയുടെ, അതാണ് കമ്പനിയിലേക്ക് വരാൻ പോകുന്ന ഫണ്ട്. അതിൽ എങ്ങനെയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്, ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, ഇതിൻ്റെ മാർക്കറ്റബിലിറ്റി എന്താണ്, എങ്ങനെയാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വിശദീകരിച്ചു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. അതിലൊന്നാമതായിട്ട് ഈ IPO നോട്ട്സ് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കിയത്, ഈ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളിൽ 223 കോടി രൂപ അവർ നീക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള ഷോറൂമുകളുടെ റെൻറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 435 ഷോറൂമുകളാണ് ഇവർക്കുള്ളത്. കമ്പനി ഓൺഡ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസികളെ വിടൂ, കമ്പനി ഓൺ ചെയ്യുന്ന 435 ഷോറൂമുകളാണുള്ളത്. ഇവരുടെ റെൻറ്റ് കൊടുക്കാനാണ് 223 കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നത്. അതും 2025, 2026, 2027 അടുത്ത വരുന്ന വർഷങ്ങളിലേക്കുള്ള റെൻറ്റുകളാണ് ഇതുവഴി കൊടുക്കുന്നത്.
അപ്പോൾ അതെനിക്ക് കുറച്ചു അലാമിംഗ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെയുള്ളൊരു ബ്രാൻഡ് 10-14 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, അവർക്ക് സ്റ്റോറുകൾ പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എങ്ങനെയാണ് റെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അതൊരു ബിസിനസ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഷോറൂം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് എങ്ങനെയാണ് കൊടുത്തു തീർക്കേണ്ടത്. അതിന് സ്വാഭാവികമായിട്ടും IPOയിൽ നിന്നും പൈസ നീക്കി വെക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ, അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം കേൾക്കുന്നവർക്ക്. പക്ഷേ എനിവേ IPO വരുന്ന വഴി അടുത്ത 3 വർഷത്തേക്കുള്ള കമ്പനിയുടെ റെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു എന്ന് പറയുന്നതിൽ, അതും പബ്ലിക്കിൻ്റെ മണി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കമ്പനി പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്, അതും അൺറിലേറ്റഡ്. അതായത് പ്രീ സ്കൂൾ, ഹെവി പ്രീ സ്കൂൾസ് ബിസിനസ്സുകളിലേക്ക് പോകുന്നു. അത് ഈ പറയുന്ന മദർ അതുപോലെ തന്നെ ചൈൽഡ് കെയർ പ്രൊഡക്റ്റുകളിൽ നിന്നും നേരെ മാറി പ്രീ സ്കൂൾ പ്രൊഡക്റ്റുകളിലേക്കുമൊക്കെ പോകുന്നത് അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡൈവേഴ്സിഫിക്കേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇബിറ്റ എന്ന് പറയുന്നത് നമുക്കൊരു ബെഞ്ച് മാർക്കാക്കി എടുക്കാൻ പറ്റില്ല. കാരണം ഇബിറ്റയിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസും ഫിനാൻസ് കോസ്റ്റ്, അതായത് നമ്മൾ കടമെടുത്തിട്ട് കൊടുക്കുന്ന പൈസയും അതൊക്കെ തന്നെ അതിൽ വരുന്നുണ്ട്. സോ ഇബിറ്റ ഒരു മാർജിനാക്കി എടുക്കാൻ പറ്റില്ല നമുക്ക്. അതിൽ ഈ ലോൺ കൊടുക്കുന്ന പൈസ, ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പൈസ, റെൻറ്റ് കൊടുക്കുന്ന പൈസയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ അഡ്ജസ്റ്റഡ് EPA 2023-24 സാമ്പത്തിക വർഷത്തിൽ 274 കോടി രൂപയാണ്. കേൾക്കാൻ വലിയ ലാഭമാണ്. പക്ഷേ ഈ 274 കോടി രൂപയിൽ 186 കോടി രൂപ മാത്രമാണ് ആക്ച്വലി ഇബിറ്റ എന്ന് പറയുന്നത്. കാരണം 88 കോടി രൂപയും ലീസിനെടുത്ത പ്രൊഡക്റ്റുകളുടെ റെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇബിറ്റ നമുക്കൊരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തിട്ട് ഇതുപോലുള്ള റീറ്റെയിലേഴ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കില്ല. ആസ് ഇറ്റ് ഇസ് എന്താ പറയണ്ടേ, കുറച്ച് സ്റ്റോറുകളൊക്കെ ലീസ് ബേസിലാകുന്ന സമയത്ത് ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് വൈബ്രിക്കേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 274 കോടിയിൽ 186 കോടി രൂപ മാത്രമേ ശരിക്കും ഇബിറ്റ ഉള്ളൂ. 86 കോടി രൂപ ലീസ് റെൻ്റൽസ് ആണെന്നാണ് കാണിക്കുന്നത്. പിന്നെ അറിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ആദ്യമായിട്ട് ഇവരുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട്സ് ഫയൽ ചെയ്തപ്പോൾ, IPO നോട്ട്സ് ഫയൽ ചെയ്ത സമയത്ത് അത് റീഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കൊടുത്തിരിക്കുന്ന ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ IPO ആദ്യം അവരുടെ IPO ഫയലുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയുടെ പെർഫോമൻസ് ഫയൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് റീസബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇനി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നമുക്കൊന്ന് നോക്കാം. കമ്പനി 96 കോടി രൂപയുടെ പ്രോഫിറ്റാണ്, 96 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് ലോസാണ് കമ്പനി 2024 രേഖപ്പെടുത്തിയത്. ഈ കമ്പനിയുടെ ഒരേയൊരു പ്രോഫിറ്റബിലിറ്റി ബിസിനസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ചാനൽ ഇന്ത്യ റീറ്റെയിലാണ്. അവരാണ് ഒരു 167 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. അതും ശരിക്കും നോക്കുകയാണെങ്കിൽ 79 കോടി രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നത് ഈ റെൻറ്റിലും ഇൻട്രസ്റ്റ് കോസ്റ്റും ഒക്കെയാണ്. സോ 79 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അതായത് ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് വെറും 1.7%. 4579 കോടി രൂപയുടെ സെയിൽസ് രേഖപ്പെടുത്തിയ കമ്പനിക്കാണ് 1.7% മാത്രം പ്രോഫിറ്റ് മാർജിനുള്ളത്. ഇത് ആലോചിക്കേണ്ടത് ഇത് 1, 2, 3 വർഷമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയല്ല. 14 വർഷമായിട്ട് ഈ സെഗ്മെൻറ്റിലുള്ള കമ്പനിക്കാണ് ഈ ഒരു അവസ്ഥ. 4579 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സമയത്ത് വെറും 1.7% മാർജിൻ വന്നിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ്, ഇവർ സൗദി അറേബ്യയിൽ പുതിയ ഷോറൂമുകൾ തുടങ്ങാൻ പോകുന്നു. അത് തുടങ്ങി ഈ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് കിട്ടിയ പണം എടുത്തിട്ട് വേണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവർക്ക് സൗദി അറേബ്യയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ എൻ്റർ ചെയ്തിട്ട് അതിനിപ്പോൾ ഷോപ്പൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ ഓൺലൈനല്ല, അവർ ഷോപ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം ഇത് റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ സമയമെടുക്കും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവർ ചെയ്യാൻ പോകുന്നത്, കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളോടായിരിക്കും. അപ്പോൾ അവിടെയും കോമ്പറ്റീഷൻ ടൈറ്റാണ്, അല്ലെങ്കിൽ അവിടെയും അവർ കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കമ്പനിയുടെ 3500 എംപ്ലോയീസാണുള്ളത്. ഇവരുടെ അട്രീഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെരി ഹൈ ആണ്. അതായത് 42% എംപ്ലോയീസാണ് 2024 ചേഞ്ച് ചെയ്തിരിക്കുന്നത്. 2023 നോക്കുമ്പോഴും 44% എംപ്ലോയീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തരത്തിൽ കമ്പനിയെ ബാധിക്കും. കാരണം കോസ്റ്റ് ആഡ് ചെയ്യും, അവർക്ക് ട്രെയിനിങ്ങും ഫെസിലിറ്റീസും ഒക്കെ കൂടുന്ന സമയത്ത്. കമ്പനിയുടെ 2024 നെറ്റ് ലോസ് എന്ന് പറയുന്നത് 322 കോടി രൂപയാണ്. ഇതിൽ 94 കോടി രൂപ അതർ ഇൻകമായിട്ട് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള, അതായത് കമ്പനിയുടെ ഓപ്പറേഷൻ വഴിയല്ലാതെ മറ്റു സോഴ്സുകളിൽ നിന്നും 94 കോടി രൂപ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടു കൂടി 322 കോടി രൂപയുടെ ലോസാണ് കമ്പനി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 178 കോടി രൂപയുടെ നോൺ ക്യാഷ് എക്സ്പെൻസ്, അതായത് കമ്പനി എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് സ്റ്റോക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി 178 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോസിലേക്കാണ് വന്നിരിക്കുന്നത്. നെറ്റ് ലോസ് 238 കോടി രൂപയായിട്ട് കുറയും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത്. അതായത് 3.7% ഗ്രോത്ത് നെഗറ്റീവായിട്ടാണ് ടോപ്പ് ലൈനിൽ കാണിക്കുന്നത്.
കമ്പനിയുടെ ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്തൊന്നും പെട്ടെന്നൊരു പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ് ആ ഫിനാൻഷ്യൽസ് കാണിക്കുന്നത്. ഇവരുടെ ബിസിനസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പെയർ ഇല്ല, വേറൊരു കമ്പനി ലിസ്റ്റഡ് സ്പേസിലില്ല. പക്ഷേ കുറച്ചെങ്കിലും ഇവരുടെ ബിസിനസ് സിമിലാരിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ലിസ്റ്റഡ് പ്ലെയർ എന്ന് പറയുന്നത് നൈക്കിയാണ്. അവരും ഈ പറയുന്ന കാറ്റഗറി ഫോക്കസ് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ഫോക്കസിങ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇൻവെൻട്രിയും ബുക്സൊക്കെ ഹോൾഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം വരെ നോക്കുകയാണെങ്കിൽ നൈക്ക റേസ് ചെയ്തിരിക്കുന്നത് 1200 കോടി രൂപയുടെ ക്യാപിറ്റലാണ് കമ്പനി പ്രൈമറി മാർക്കറ്റിൽ നിന്നും. അതായത് 630 കോടി രൂപ IPO വഴിയും ബാക്കി 1200 കോടി രൂപയുടെ IPO ക്യാപിറ്റലാണ് റേസ് ചെയ്തത്. മൊത്തത്തിൽ ഒരു 1830 കോടി രൂപയാണ് അവർ റേസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് 2024 സെയിൽസ് 6400 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ടേൺ ഓവർ വരുന്നത് 5x ആണ്. അതായത് അവർക്ക് ഉണ്ടായിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ 5 ഇരട്ടി അവർ സെയിൽസ് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാപിറ്റൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് ക്രൈയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രൈ ഇതുവരെ 3600 കോടി രൂപ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നുണ്ടാക്കി. ഇനിയിപ്പോൾ 2024 ടോപ്പ് ലൈൻ 6500 കോടി രൂപയാണ്. ഏകദേശം നൈക്ക 6400 കോടി രൂപ നൈക്ക സെയിൽസ് ഉണ്ടാക്കി. 6500 കോടി രൂപയാണ് ഇവർ സെയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ക്രൈയുടെ ക്യാപിറ്റൽ നോക്കുക, 3600 കോടി രൂപ അവർക്ക് വേണ്ടതായിട്ട് വന്നു. അതായത് നൈക്കയേക്കാൾ ഇരട്ടി ക്യാപിറ്റൽ ഉണ്ടായിട്ടാണ് നൈക്കയെ പോലൊരു സെയിൽസ് ഇവർ റേസ് ചെയ്തിരിക്കുന്നത്. അത് കാണിക്കുന്നത് ക്യാപിറ്റൽ ടേൺ ഓവർ വളരെ കുറവ്, അതായത് അവരുടെ ക്യാപിറ്റൽ യൂസേജ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ അവർ ക്യാപിറ്റൽ അഡിക്വേറ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത് ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റിക്ക് കാരണമാകും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പോസിറ്റീവ് അതൊന്നുമില്ല. അതിന് വീണ്ടും 1666 കോടി രൂപ ഈ IPOയിൽ നിന്ന് അവർ അടുത്ത ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി നീക്കി വെക്കുകയാണ്. അത് ഗ്രോസ് മാർജിൻ കുറയും. ഫസ്റ്റ് ക്രൈയുടെ ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത് 36% ആണ്, നൈക്കയുടേത് 44% ആണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്തും ഒരുപാട് സമയമെടുക്കും ഇത് ഒരു പോസിറ്റീവ് ടേൺ ഓവറിലേക്ക് വരാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഇത് വായിച്ചു നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്തൊന്നും പല IPOകളിൽ ഇത് കണ്ടിട്ടില്ല. പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി ആയിട്ടാണ് പറയുന്നത്. അതായത് ഐഡൻറ്റിഫൈഡ് പ്രൊമോട്ടർ ഇല്ല. സത്യത്തിൽ ഈ പ്രൊമോട്ടർ 5.94% ഓഹരികൾ ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇയാൾ മാനേജിങ് ഡയറക്ടറാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതുപോലെ തന്നെ ഈ 2 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കൂടാതെ 4 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, 2 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതായത് ടോട്ടൽ 8 ഡയറക്ടേഴ്സ് ഈ കമ്പനിയിലുണ്ട്. എന്നിട്ടും അദ്ദേഹം കൺട്രോളിങ് പവർ ഇല്ല എന്നാണ് പറയുന്നത്. റെമ്യൂണറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2024 104 കോടി രൂപയുടെ റെമ്യൂണറേഷൻ എടുത്തിട്ടുണ്ട്. 2023 201 കോടി രൂപയുടെ റെമ്യൂണറേഷനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനൊക്കെ പുറമെ 2023 ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയിൽ കമ്പനി 93 ലക്ഷം ഓഹരികളാണ് ഈ പ്രൊമോട്ടറുടെ കയ്യിൽ നിന്നും 1 പൈസ കൊടുത്തിട്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? അതുമാത്രമല്ല, ഇത്രയൊക്കെ നോൺ ക്ലാസിഫിക്കേഷൻ ആസ് എ പ്രൊമോട്ടർ ഉണ്ടായിട്ടും അതെനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെയാണ്, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രൈവറ്റ് മാർക്കറ്റ് ഇൻവെസ്റ്റർ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ പുതിയ IPO ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്ന സമയത്ത്, പുതിയ ഷെയർ ഹോൾഡേഴ്സൊക്കെ വരുന്ന സമയത്ത് ആരാണ് പ്രൊമോട്ടർ? അദ്ദേഹം അതിൽ നിന്നും സ്വാഭാവികമായിട്ടും ആ ഒരു ഓൺട്രപ്രണർ ആരാണ്, അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതാണ്. ആ സമയത്ത് ഇങ്ങനൊരു തീരുമാനത്തിലൂടെ അദ്ദേഹം ഒളിച്ചോടുന്നത് പോലെയാണ് ഒരു ഫീലിംഗ് വരുന്നത്. അതുകൂടി നമ്മൾ ഈ ഒരു സമയത്ത് വിലയിരുത്തണമെന്നാണ്. കാരണം ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? സോ ഇത്രയും വലിയൊരു IPO നടക്കുന്ന സമയത്ത് ആരാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമയങ്ങളിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ, അതുപോലെ തന്നെ ആരാണിത് മാനേജ്മെൻറ്റിലുള്ളത്, അവരുടെ പാസ്റ്റ് റെക്കോർഡ്സൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നും പ്രൊമോട്ടർ ലാബിലിറ്റി എടുക്കുന്നില്ല. അതേസമയം അദ്ദേഹം പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നു, അതേസമയം അവർ വലിയ റെമ്യൂണറേഷൻ എടുക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് കമ്പനി ബൈബാക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു പ്രൊമോട്ടറുടെ അക്കൗണ്ടബിലിറ്റി എടുക്കാതിരിക്കുന്നത് കുറച്ച് സംശയമായിട്ട് എനിക്കും ഫീൽ ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ബാങ്ക്, ഈ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു ഇക്വിറ്റി ഇൻവെസ്റ്ററാണ് സോഫ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ. അവർ ഏകദേശം 25.5% ഓഹരികളാണ് ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് പോലും, അതായത് 1/4, എന്നിട്ട് പോലും അവരെ പ്രൊമോട്ടറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് കാണുന്നില്ല. ഈ പറയുന്ന സെയിം സോഫ്റ്റ് ബാങ്ക് ഇന്നലെ നമ്മുടെ ഒരു IPO റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, യൂണികോമേഴ്സ്. അതിലവർ സോഫ്റ്റ് ബാങ്ക് 29.2% ഹോൾഡ് ചെയ്തിരിക്കുന്നത്.
അവരെ യൂണികോമേഴ്സിൽ അവരുടെ പ്രൊമോട്ടേഴ്സായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇവിടെ 25.5% ഓഹരികൾ ഹോൾഡ് ചെയ്തിട്ട് പോലും അവരെ പ്രൊമോട്ടറായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കാണുന്നില്ല. ഓക്കെ, അത് എന്താണ് ആ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഓക്കെ, കമ്പനികളൊക്കെ, പക്ഷേ ഇത് ഡ്രാഫ്റ്റ് ഫയൽ സെബിക്ക് സമർപ്പിച്ചതാണ്. സെബിയും അതിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകിയതായിട്ട് കാണുന്നില്ല. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിലേക്ക് വരാം. ഒരു ചെറിയ ബിസിനസ് എന്ന് പറയാം, പ്രോഫിറ്റബിലിറ്റി വളരെ കുറവായിട്ടുള്ള, മാർജിൻ വളരെ കുറവായിട്ടുള്ളൊരു ബിസിനസ്. ഈ IPOന് ശേഷം പ്രധാനപ്പെട്ട ഒരുപാട് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോക്ക്-ഇൻ പീരീഡ് തീരുകയാണ് 6 മാസത്തിനുള്ളിൽ. അതിനുശേഷം അവർ എക്സിറ്റ് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹെവി സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ക്രൈയെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് 3 വർഷവും ലോസ് ഉണ്ടാക്കിയ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമ്മൾ കൂടുതൽ ചകഞ്ഞു പോകേണ്ട ആവശ്യമില്ല. സോ ആസ് എൻ ഇൻവെസ്റ്റർ, ആസ് എൻ IPO പ്രിഫർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാനൊരിക്കലും അൽപ്രൈ ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു IPO ആയിട്ടാണ് ഞാനിതിനെ ലിസ്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാര്യമൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഇങ്ങനെയുള്ള ഔട്ട്ഫിറ്റ് നോക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ ഈ IPO അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് നടത്തിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് യാതൊരു വരവുമില്ല. ലിസ്റ്റിംഗ് ഗെയിൻ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കും അറിയില്ല. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ലിസ്റ്റിംഗ് ഗെയിൻ വ്യത്യാസപ്പെട്ടേക്കാം. ചിലപ്പോൾ അപ്പ് സൈഡ് വന്നേക്കാം, ചിലപ്പം ഈക്വൽ അല്ലെങ്കിൽ ഡൗൺ സൈഡ് വന്നേക്കാം. അതൊക്കെ ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവാണ്. നമ്മൾ ഓല റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓല ഓൾറെഡി സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞു, ഓൾറെഡി ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി എന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. അതുപോലെ അക്കും ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ന് 7% ഗെയിനിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ട്രേഡിംഗ് പുരോഗമിക്കുകയാണ്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷനായിട്ട് മുന്നോട്ട് പോകാം. ഒരിക്കലും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വിജയം. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് കൂടിയാണ്. ഞങ്ങളുടെ വീഡിയോ സജഷൻസിനും ഞങ്ങളുടെ റെക്കമെൻഡേഷനും സ്റ്റോക്ക് പിക്സിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്